ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്, നമസ്തേ, അസ്സലാമു അലൈക്കും. ജീസസ്. എനിക്ക് മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. പൊതുവെ കേരള സംസ്ഥാനത്തിലൂടെ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പുരുഷന്മാർ അപമാനിക്കപ്പെടുന്നതായിട്ട് പല പ്രാവശ്യവും എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്ന് കഴിഞ്ഞാൽ സ്ത്രീകൾ വന്നിട്ട് വളരെ മ്ലേച്ഛമായ രീതിയിൽ എഴുന്നേറ്റ് മാറിയിരിക്കടോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം സംസാരിച്ച് നമ്മളെ അപമാനിക്കുന്ന ഒരു സംവിധാനമുണ്ട്. പുരുഷന്മാർ എന്ന് പറയുന്നത് സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യാൻ ആദ്യം പഠിക്കണം, അല്ലേ? പുരുഷന്മാരുടെ നട്ടെല്ലെടുത്തിട്ടാണ് സ്ത്രീകളെ സൃഷ്ടിച്ചതെന്ന് പറയുന്നത്. അങ്ങനെയാണ് പുരുഷന്മാരെ ബഹുമാനിക്കാൻ അവർക്ക് അറിയാതെ പോകുന്നത് വളരെ ദുർബലതയാണ്, അല്ലേ? അവർ പുരുഷന്മാരുടെ സീറ്റിൽ കയറി ഇരുന്നിട്ടുണ്ടാവും, അവിടുന്ന് മാറിയിരിക്കാൻ പറഞ്ഞാൽ അവർ മാറിയിരിക്കില്ല. ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ്. അതേപോലെ നമ്മൾ ഇപ്പോൾ തമിഴ്നാട്ടിലോ കർണാടകയിലോ ആന്ധ്രയിലെല്ലാം പോയി കഴിഞ്ഞാൽ സ്ത്രീകൾ നമ്മളെ മടിയിൽ കയറിയിരുന്ന് യാത്ര ചെയ്യുന്നുണ്ട്. അവരോട് നമുക്കൊരു വേണ്ടാതീനം തോന്നില്ല, അവരെ റെസ്പെക്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്, അവരോട് ബഹുമാനവും ആദരവും തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ അവരുടെ കുടുംബത്തിലെ ആളുകളെ കാണുമ്പോൾ തന്നെയാണ് ആ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളുകളെ അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ആദരിക്കപ്പെടുന്നു. പ്രബുദ്ധ കേരളത്തിലുള്ള ഒരു 60% സ്ത്രീകൾക്കും മറ്റുള്ളവരോട് യാതൊരു റെസ്പെക്റ്റും ഇല്ല. എവിടെ എന്ത് വേണം വിളിച്ചു പറയും. സംസ്കാരശൂന്യരാണ് കേരളത്തിലുള്ള ഒരു 60% സ്ത്രീകളും എന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇത് പ്രബുദ്ധ കേരളത്തിന് ചേർന്നതല്ല, ശരിയല്ലേ?